മഹീന്ദ്ര BE6 മറ്റൊരു സ്പെഷ്യൽ എഡിഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ഫോർമുല ഇ എഡിഷൻ. ഇതും 999 പീസുകൾ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. സാധാരണ BE6 നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലേ. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഇവരിവിടെ മഹീന്ദ്ര ഫോർമുല ഇക്ക് വേണ്ടിയിട്ട് ഒരു റേസിംഗ് കാർ ലോഞ്ച് ചെയ്തിരുന്നു. അതേ ഇൻസ്പിറേഷനാണ് ഏറ്റവും പുതിയ BE6 ഫോർമുല ഇയിലേക്കും അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിലാണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് എന്ന് പറയാം. ഒന്നാമതൊരു കാര്യം ഹെഡ്ലാമ്പാണ്. ഹെഡ്ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പാറ്റേണിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വേണമെങ്കിൽ അല്ല, നിർബന്ധമായിട്ടും അങ്ങനെ ഒരു ഫേസ് ആണ്. മാത്രമല്ല ഈ ഒരു കളർ നോക്കും, പുതിയ iPhone 17 പ്രോൻ്റെ അല്ലെങ്കിൽ 17 ഒക്കെ ഒരു കളർ ഓറഞ്ച് ഷെയ്ഡ്, അത് ഈ ഒരു ഫോർമുല ഇ എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ആസ്ഥാന കളറായിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ DRLകളാണ്. ഇത് ഒരു സിംഗിൾ DRL യൂണിറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഒരു കണക്റ്റിംഗ് DRL യൂണിറ്റ് ആയിരുന്നു. അത് മാത്രമല്ല അത് ഇങ്ങനെ നിന്നിരുന്നില്ലേ, ആ ഒരു പാറ്റേൺ മൊത്തം ഒഴിവാക്കി സിംഗിൾ ആക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് വെയിറ്റ് കുറച്ചിട്ടുണ്ട്, അത് കാരണം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി പുതിയതാണ്. അതായത് ബമ്പർ യൂണിറ്റ് മൊത്തം മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്കിഡ് പ്ലേറ്റും പുതിയതാണ്. കുറച്ചുകൂടി ഒരു സ്പോർട്ടി സ്കിഡ് പ്ലേറ്റ് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി ഇതാ ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഹുഡ് ഡീറ്റെയിൽസ് ഇത് ഇങ്ങനെ കയറി ഇങ്ങോട്ടും കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു കണക്റ്റിംഗ് എലമെൻ്റ് ആയിട്ടാണ് ആ ഒരു ഹുഡ് ഡീറ്റെയിൽസ് വന്നുള്ളത്. ആക്ച്വലി അതൊരു സ്റ്റിക്കർ വർക്ക് മാത്രമാണ് എന്നുള്ളതാണ്. ഇത്രയാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ച്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ FIൻ്റെ ഒരു ബാഡ്ജിങ്ങും ആഡ് ചെയ്തിട്ടുണ്ട്. FIൻ്റെ ബാഡ്ജിങ് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാം. അത് സൈഡിലേക്ക് വരുമ്പോഴും കാണാം, ഞാൻ കാണിക്കാം. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ വണ്ടി വാങ്ങുന്നവർക്ക് ഇവർ കുറച്ച് ആക്സസറീസ് ഒക്കെ കൊടുക്കട്ടോ. ഒരു ഗിഫ്റ്റ് ബോക്സ് പോലത്തെ, അതായത് ഒരു കളക്റ്റീവ് ബോക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ട്രാക്ക് ഡേ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വിന്നറിന് ഫോർമുല ഇൻ്റെ റേസിംഗ് 2026 ഓഗസ്റ്റിൽ നടക്കുന്ന അതിലേക്ക് ഒരു ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് 3 ആൾക്കാർക്ക്. അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഫോർമുല ഇ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ 20 ഇഞ്ച് വീലാണ്. 2 പാക്കുകളായിട്ട് അവൈലബിൾ ആണ്, F2 F3. അതിൽ F3ക്ക് വരുമ്പോൾ 20ഉം F2ലേക്ക് വരുന്ന സമയത്ത് 19 ഇഞ്ചും വീലാണ് വരുന്നത്. F3ലേക്ക് വരുന്ന സമയത്ത് അഡാപ്റ്റീവ് സസ്പെൻഷൻ കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മോട്ടറിൻ്റെ കാര്യത്തിൽ വലിയ ചേഞ്ചുകളൊന്നും കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് പോലത്തെ ഭാഗം കാണാം. അതിനകത്തൊരു ഓറഞ്ച് എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നൈസ്. അതുപോലെ ഇവിടെ FIൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അതുപോലെ ഇത് നോക്കിയാൽ 48. ഇതെനിക്ക് തോന്നുന്നു ആക്ച്വലി ഓരോ 999 നമ്പർ അനുസരിച്ചാണോ, ഇതൊരു സ്പെഷ്യൽ നമ്പറിംഗ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് ഓരോന്നിനനുസരിച്ച് മാറുമോ എന്നുള്ളത് കണ്ടറിയണം. ആക്ച്വലി ഇതും ഒരു സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയ സ്പോയിലർ യൂണിറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ BE6 ഫോർമുല ഇ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, പുതിയ സ്കിഡ് പ്ലേറ്റ്, അതുപോലെ ഇവിടെ ഒരു ഓറഞ്ച് എലമെൻറ്റും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കണക്റ്റിംഗ് DRL യൂണിറ്റ് മാറിയിട്ട് ചെറിയ DRL യൂണിറ്റിനെ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു വെയിറ്റ് കുറക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഫോർമുല ഇ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇതാണ് എക്സ്റ്റീരിയറിൽ വന്നിട്ടുള്ള ഗ്രാഫിക്കൽ ചേഞ്ചസ് മെയിൻലി. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് ഞാൻ പ്രൈസ് കൂടി പറയാം. ഇനി നമ്മളെ ഇൻറ്റീരിയറിലേക്ക് പോകുക, അതിന് മുന്നേ 2 കാര്യങ്ങൾ മിസ്സായത് പറയാം. ഒന്ന്, വീലിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കറങ്ങുമ്പോൾ നല്ല രസമുണ്ടാവും. ഒരു വെള്ള കളർ ഒരു കണക്ഷൻ കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇവിടെയും നമുക്കൊരു സ്റ്റിക്കർ വർക്ക് ഉണ്ട്. ആക്ച്വലി നമ്മളെ ബാറ്റ്മാൻ എഡിഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ബാറ്റ്മാൻ എഡിഷൻ ഭയങ്കര ഹോട്ട് കേക്ക് ആയിട്ട് വിറ്റുപോയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മഹീന്ദ്രക്ക് മറ്റൊരു എഡിഷൻ കൂടി ഇറക്കാണ്ടായ കോൺഫിഡൻസ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവരെ ഫോർമുല 1 കാറിനെയും കൂടി ഞാനൊന്ന് കാണിക്കട്ടെ. ഇതിൻ്റെ ലാസ്റ്റ് ഡോർ ഓപ്പണിംഗ് ഒക്കെ സാധാരണ പോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലയിടത്തും ഒരു ഓറഞ്ച് എലമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ BE6 ഫോർമുല ഇ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സ്റ്റിച്ചിങ് ഒക്കെ ഓറഞ്ച് കളറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ചേഞ്ച് ഡോർ പാനലിലാണ്. ഡോർ പാനലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഓറഞ്ച് എലമെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ പുൾ ടു ഓപ്പൺ, ഇത് ആക്ച്വലി ഡോർ ഹാൻഡിലാണ്. ഇതും ആ ഒരു ഓറഞ്ച് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. iPhone 17 കളറിൽ. ഓക്കെ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴും ആ ഒരു ഓറഞ്ചിൻ്റെ അതിപ്രസരം കാണാം. ഇവിടെ ഒരു ഓറഞ്ച് എലമെൻറ്റ് കാണാം സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ. അതുപോലെ സ്റ്റിച്ചിങ് ഓറഞ്ച് കളറാണ്. അതുപോലെ ഈ പെഡൽലെസ് ഡ്രൈവും അതുപോലെ തന്നെ ആ ഒരു ബൂസ്റ്റ് ബോർഡും അങ്ങനത്തെ കാര്യങ്ങളും ഒരു ഓറഞ്ച് ടോണിലാണ് കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളതാണ്. ഹെഡ് റൂം, ലെഗ് റൂം, അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആ ഒരു ഡോൾബി സറൗണ്ട് സിസ്റ്റം, ആ ഒരു എക്കോ മോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആണ്. അതിലൊന്നും ഒരു മാറ്റമില്ല. ഒരു ടച്ച് സൺറൂഫ് അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെയും നമുക്ക് കാണട്ടെ. സൺറൂഫല്ല, ആക്ച്വലി ഇതൊരു മൂൺ റൂഫാണ്. പിന്നെ ഡ്യുവൽ കണക്റ്റിംഗ്
ഇത് അതൊക്കെ അവിടെ സെയിം, ഒരു മാറ്റവും ഇല്ല. അതിനെക്കുറിച്ചൊന്നും നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ഓറഞ്ച് കളർ അതിപ്രസരം കാണാം. ഇവിടെ നമുക്കൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് B6 ഫോർമുല ഇ എഡിഷൻ, അതുപോലെ തന്നെ ഒരു മൊർട്ടാര അങ്ങനെ ഒരാളുടെ സിഗ്നേച്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറയണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സിഗ്നേച്ചറും കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു ഓറഞ്ച് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മൾ റോട്ടറി ചുറ്റിലും ഒരു ഓറഞ്ച് എലമെൻ്റ് ഉണ്ട്. കീയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് എലമെൻറ്റ് വേണം. ഈ കീൻ്റെ ഇത് വെക്കണ ഏരിയ നൈസാലേ നോക്കിയാൽ. അതുപോലെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലംബോർഗിനിയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സെറ്റപ്പാണ്. ഓപ്പൺ ഇതിനുള്ള കൂടി കഴിയിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. ബട്ട് ഒരു കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത പോലെ തോന്നുന്നുണ്ട്. പ്രൊട്ടക്ഷൻ പിന്നെ സെൻട്രൽ കൺസോളിൻ്റെ താഴ്ഭാഗത്ത് ഇതാ ഇവിടെയും നമുക്ക് ആ ഒരു ഓറഞ്ച് എലമെൻറ്റുകൾ കാണാം. ഫുള്ളായിട്ട് ഓറഞ്ച് എലമെൻറ്റുകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് മെയിൻലി ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ. എക്സ്ട്രാ കുറച്ച് എലമെൻറ്റുകൾ അതായത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി മോർ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം F3 എന്ന് പറയുന്ന ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് അഡാപ്റ്റീവ് സസ്പെൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഭയങ്കര ഫീൽ ആയിരിക്കും. നമുക്ക് ഓടിക്കാൻ അവസരം കിട്ടുന്ന സമയത്ത് നമുക്ക് അതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. ഇവർ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 2 വേരിയൻറ്റുകളായിട്ടാണ് ലോഞ്ച് ചെയ്തത്, F2ഉം F3യും. F2ന് 23.69 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. അത് F3യിലേക്ക് വരുന്ന സമയത്ത് 24.49, ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇതിനെ അനാവരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഈ വണ്ടി കണ്ട സമയത്ത്? അത് നിങ്ങളത് കമൻറ്റ് ചെയ്യും. ഒപ്പം തന്നെ അതാ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഹീന്ദ്രയുടെ ഇലക്ട്രിക് റേസിംഗ് കാറിനെ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾക്ക് വേണ്ടിയുള്ള ഫോർമുല 1 റേസിംഗ് പോലത്തെ ഒരു സംഭവമാണ്. അതാണ് ഫോർമുല ഇ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി 1.8 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യും. 860 കിലോഗ്രാമാണ് ഇൻക്ലൂഡിങ് ഡ്രൈവർ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇവർ മഹീന്ദ്ര അടുത്ത വരാൻ പോകുന്ന ഗ്രാൻഡ് പിക്സ് ഇവൻറ്റിൽ ഇത് ലോഞ്ച് ചെയ്യിപ്പിക്കും, ഡ്രൈവ് ചെയ്യിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ ഫോർമുല 1 കാർ മഹീന്ദ്ര ലോഞ്ച് ചെയ്തിരുന്നു. ഇതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആക്ച്വലി ഫോർമുല ഇ എന്ന് പറയുന്ന ഈ കാറിനെ ഇവർ ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ്. യെസ്, ഇവിടേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇത് ഡിഫറെൻറ്റ് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഓറഞ്ച് ആയതുകൊണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എന്തായാലും ഇതാണ് ഫോർമുല ഇ ഇൻസ്പയർഡ് വേർഷൻ, അല്ലെങ്കിൽ BE6 ഫോർമുല ഇ എന്ന് പറയുന്ന വേരിയൻറ്റ്. എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.